Dear students, welcome to Learner's World. In this video, I'm going to talk about I'm Not to Be Called a Panan by M. Kunyaman, MDC Humanities, 3rd semester, Calicut University. Summary of I'm Not to Be Called a Panan. I'm Not to Be Called a Panan is an autobiographical essay by M. Kunyaman, an eminent economist and Dalit writer. It vividly portrays his childhood experiences of poverty, hunger, and caste-based discrimination, while also highlighting his determination to overcome them through education. ഐ എം നോട്ട് ടു ബി കോൾഡ് എ പാൺ എന്ന് പറയുന്നത് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്, ഒരു എസ്സെയാണ്. എം കുഞ്ഞമ്മനാണത് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു പോപ്പുലറായിട്ടുള്ള ഒരു ഇക്കണോമിസ്റ്റാണ്, ദളിത് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹം ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പോവർട്ടി, ഹങ്കർ, അദ്ദേഹത്തിൻ്റെ ജാതിപരമായിട്ടുള്ള വിവേചനങ്ങൾ ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എഡ്യൂക്കേഷനിലൂടെയാണ് അദ്ദേഹം ഓവർകം ചെയ്തത്. അതായത് വിദ്യാഭ്യാസം എങ്ങനെയൊക്കെ ഇതിനെ ഓവർകം ചെയ്യാം എന്നുള്ളത് കൂടെ അദ്ദേഹം ഇതിൽ തുറന്നു കാണിക്കുന്നുണ്ട്. Born in a marginalized Dalit community, Kunyaman grew up facing both economic hardship and social humiliation. അതായത് ഒരു മാർജിനലൈസ്ഡ് ദളിത് കമ്മ്യൂണിറ്റിയിൽ ബോൺ ചെയ്തു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതോടൊപ്പം തന്നെ സോഷ്യൽ ഹ്യൂമിലിയേഷൻ, അതായത് സമൂഹത്തിൽ നിന്ന് ഒരുപാട് അപമാനങ്ങളും ഒക്കെ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഹിസ് ഫാമിലി ഓഫൺ സ്ട്രഗിൾ ഫോർ ഫുഡ് ആൻഡ് അറ്റൻഡിങ് സ്കൂൾ വാസ് ആസ് മച്ച് അബൌട്ട് റിസീവിങ് എ ഫ്രീ മിഡ് ഡേ മീൽ ആസ് അബൌട്ട് ലേണിംഗ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമായിരുന്നു അത്. കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് തന്നെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടിയിട്ടായിരുന്നു. പഠനത്തിന് വലിയ ഇമ്പോർട്ടൻസ് അവർ നൽകിയിരുന്നില്ല. അറ്റ് ഈവൻ ദ ക്ലാസ് റൂം ദ ക്രൂവൽറ്റി ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം ഫോളോഡ് ഹിം. ക്ലാസ് റൂമിലടക്കം ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ, ഈ ഒരു ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങൾ, അതിൻ്റെ ക്രൂരതകൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. എ ടീച്ചർ കോൺസ്റ്റൻ്റ്ലി കോൾ ഹിം ഓഫ് ഹിസ് ലോ സോഷ്യൽ പൊസിഷൻ. അവൻ്റെ ഒരു ടീച്ചർ എപ്പോഴും അവൻ്റെ ആ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണെന്ന നിലയിൽ ആണ് അവനെ വിളിച്ചിരുന്നത്. പാണൻ എന്നുള്ള രീതിയിലൊക്കെയാണ് വിളിച്ചിരുന്നത്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കുട്ടി എന്ന നിലക്ക്. Unable to bear the insult, the young Kunyaman one day protested courageously, saying, I am not to be called a panan, call me Kunyaman. ഒരിക്കൽ ക്ലാസ് റൂമിൽ തൻ്റെ ടീച്ചർ അടക്കം ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് സഹിക്ക വയ്യാതെ ഒരിക്കൽ കുഞ്ഞമ്മൻ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെ പ്രതിരോധിക്കുന്നുണ്ട് വളരെ ധൈര്യപൂർവ്വമായിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഐ എം നോട്ട് ടു ബി കോൾഡ് എ പാണൻ, കോൾ മീ കുഞ്ഞമ്മൻ. എന്നെ ഒരിക്കലും നിങ്ങളൊരു പാണൻ എന്ന് വിളിക്കരുത്, എൻ്റെ പേര് കുഞ്ഞമ്മൻ എന്നാണ്, എന്നെ കുഞ്ഞമ്മൻ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസ് മൊമെൻറ്റ് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ഹിസ് സെൽഫ് അവെയർനെസ് ആൻഡ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഓപ്രഷൻ. ഈ ഒരു മൊമെൻ്റാണ് അവൻ്റെ ജീവിതത്തിൽ, അതായത് താൻ ആരാണെന്നുള്ള ഒരു സെൽഫ് അവെയർനെസ്സിലേക്കുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ, ഇങ്ങനെയുള്ള ഇൻസൾട്ട്, ഇങ്ങനെയുള്ള വിവേചനങ്ങൾക്കെതിരെ ഉള്ള ഒരു പ്രതിരോധത്തിൻ്റെ തുടക്കമായിരുന്നു അന്നത്തെ ആ ഒരു ദിവസം. His mother, though helpless in the face of discrimination, urged him to focus on education as only path to liberation. കുഞ്ഞമ്മൻ്റെ അമ്മ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള വിവേചനങ്ങൾ ഒക്കെ അവൻ അമ്മയോട് പറയുന്ന സമയത്ത് ഹെൽപ്ലെസ് ആയിരുന്നു. അവന് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല, ഒരു ദയനീയാവസ്ഥയിലായിരുന്നു, നിസ്സഹായാവസ്ഥയിലായിരുന്നു. അമ്മ പറഞ്ഞ ഏകൊരു കാര്യം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം നേടുക, വിദ്യാഭ്യാസത്തിലൂടെ നിനക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകും, എഡ്യൂക്കേഷനിലൂടെ ഇതിൽ നിന്ന് ഈ ഒരു ഡിസ്ക്രിമിനേഷനിൽ നിന്ന് നിനക്ക് ഓവർകം ചെയ്യാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് അമ്മ പറഞ്ഞിരുന്നത്. ഫ്രം ദാറ്റ് ഡേ ഓൺ കുഞ്ഞമ്മൻ ഡിസൈഡഡ് ടു അറ്റൻഡ് സ്കൂൾ നോട്ട് ഫോർ ഫുഡ് ബട്ട് ടു ലേൺ സീരിയസ്ലി. ആ ഒരു ദിവസം മുതൽ കുഞ്ഞമ്മൻ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി അല്ലാതെ സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. He started borrowing books from the library and spent hours reading. അങ്ങനെ അവന് ലൈബ്രറിയിൽ പോയിട്ട് ബുക്കൊക്കെ അതിൽ നിന്നെടുത്ത് അവൻ വായിക്കാൻ തുടങ്ങി. Encouraged by kind mentors like Venumash, he realized that higher education could open a way out of poverty and social bondage. അപ്പോൾ അവനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു പ്രധാന അധ്യാപകനുണ്ടായിരുന്നു, വേണുമാഷ്. അദ്ദേഹം അവനോട് പറയുന്നുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ നമ്മുടെ ഈ ഒരു പോവർട്ടി, പട്ടിണിയിൽ നിന്നും നമ്മുടെ ഈ ഹ്യൂമിലിയേഷനിൽ നിന്നും, അതായത് ജാതി മൂലം ഉണ്ടാകുന്ന വിവേചനത്തിൽ നിന്നുള്ള ഒരു ലിബറേഷൻ തരും, അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ കഴിയും എന്ന് റിയലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
Through his honest and powerful narration, കുഞ്ഞമ്മൻ exposes the harsh realities of caste inequalities in Kerala's rural life. അപ്പോൾ വളരെ തുറന്നിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഓട്ടോബയോഗ്രഫി നരേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ കേരളത്തിൽ ഈ ഒരു ജാതിയുടെ പേരിൽ എത്രത്തോളം ക്രൂരതകൾ നടക്കുന്നുണ്ട്, എത്രത്തോളം ഇനീക്വാലിറ്റീസ്, അസമത്വങ്ങൾ സംഭവിക്കുന്നുണ്ട് കേരളത്തിനകത്ത് എന്നുള്ളത് തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. The essay is not merely a personal story, but a symbol of Dalit resistance and empowerment. അപ്പോൾ ഈ എസ്സേ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ കുഞ്ഞമ്മൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് മാത്രമല്ല, അതിലുപരിയായിട്ടൊരു റെസിസ്റ്റൻറ്റ് ആൻഡ് എംപവർമെൻറ്റിൻ്റെ ഒരു സിമ്പിൾ കൂടിയാണ്. It celebrates education as the most effective tool for social transformation and self-respect. അപ്പോൾ ഈ ഒരു ഓട്ടോബയോഗ്രഫിയിലൂടെ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് വിദ്യാഭ്യാസമാണ് മോസ്റ്റ് ഇഫക്റ്റീവ് ടൂള്. അതായത് സോഷ്യൽ സമൂഹത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും അതുപോലെ നമ്മളെ തന്നെ സ്നേഹിക്കാനും നമ്മളെ തന്നെ ബഹുമാനിക്കാനുള്ള ഒരു എഫക്റ്റീവ് ടൂൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷനിലൂടെ ഇങ്ങനെയുള്ള പോവർട്ടി, ഹങ്കർ, അതുപോലെ ഈ സോഷ്യൽ ഹ്യൂമിലിയേഷൻ, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഇതിൽ നിന്നെല്ലാം ഒരു ലിബറേഷൻ കിട്ടും എന്നാണ് ഈ ഒരു